ഹലോ, നമുക്കിന്ന് വെള്ളക്കടല കുറുകിയ ചാറോടുകൂടി തേങ്ങയൊന്നും അരയ്ക്കാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് തലേദിവസമേ കുതിർത്തി വെച്ചിരുന്ന കടല കുക്കറിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെച്ചു. ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കത് തണുക്കാൻ വയ്ക്കാം. ഇനി അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമ്മൾ ഉള്ളി വഴറ്റി അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരുന്ന കടലിലേക്ക് ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇനി ഒരു താളിപ്പിനായിട്ട് പാത്രം ചൂടാക്കാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ച് വട്ടത്തിലരിഞ്ഞ് ചെറിയുള്ളി കൂടിയിട്ട് മൂപ്പിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത് ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ അടിപൊളി കടലക്കറി റെഡി.